യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, അനന്തമായ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ കർത്താവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ പാപികളായിരുന്നിട്ടും ബലഹീനരായിട്ടും അടിക്കടി തെറ്റുകളൊക്കെ സംഭവിച്ച് വീണു പോയിട്ടും നമ്മളെ ഉപേക്ഷിക്കാതെ കരുണയോടെ താങ്ങുന്ന ഈശോ, ആ ഈശോയുടെ വലിയ ആ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ നമുക്ക് വിട്ടുകൊടുക്കാം. നമുക്കൊക്കെ ജീവിതത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് ആകുലതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഭാവി എങ്ങനായിത്തീരും, വിഷമങ്ങളൊക്കെയുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടം ഇപ്പോൾ ഉള്ള ഈ പകർച്ചവ്യാധി, സാമ്പത്തിക ഞെരുക്കങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങളൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ യേശുവിൻ്റെ കൂടെയാണെങ്കിൽ യേശു നമ്മളെ പരിപാലിക്കും. നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് എല്ലാം യേശു ക്രിസ്തുവിലൂടെയാണ്. റോമാലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് മോശയുടെ നിയമത്തിലായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. മോശയുടെ നിയമം എന്ന് പറയുന്നു. പഴയ നിയമ കാലഘട്ടം നിയമാനുഷ്ഠാനത്തിലാണെങ്കിൽ പുതിയ നിയമകാലഘട്ടം കൃപയുടെ യുഗമാണ്. നമ്മൾ കൃപയുടെ യുഗത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 16, 17, 18 വചനങ്ങൾ പറയുന്നു. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഇത് ദൈവ കൃപയുടെ യുഗമാണ്. പാപം വർദ്ധിച്ചുകൊണ്ടിരിക്കുക, ദൈവകൃപയും വർദ്ധിക്കുകയാണ്. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യമാവട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. പഴയ നിയമ കാലഘട്ടം എന്ന് പറയുന്നത് നിയമാനുഷ്ഠാനത്തിൻ്റെ ബലത്തിലായിരുന്നു. നിയമം അനുഷ്ഠിക്കുന്നവർക്കാണ് സ്വർഗരാജ്യം. ആ നിയമത്തിൽ മുറുകെ പിടിച്ച ഒരു തത്വസംഹിതയാണ് പഴയ നിയമ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്നത്. പക്ഷേ ക്രിസ്തു വന്നു, ക്രിസ്തുവിൽ എല്ലാ നിയമങ്ങളും പൂർത്തീകരിക്കപ്പെട്ടു. പിന്നെ കൃപായുഗത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞിരിക്കുക. കൃപയുടെ നാളുകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. പിതാവിനെ ആരും ഇന്നുവരെ കണ്ടിട്ടില്ല. പക്ഷെ പിതാവിനെ വെളിപ്പെടുത്തിയത് പിതാവുമായിട്ട് ഗാഢബന്ധം പുലർത്തുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് വെളിപ്പെടുത്തിയത്. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് പിറന്നു. ദൈവത്തിൻ്റെ ഏകജാതൻ ഈ ഭൂമിയിലേക്ക് വന്നു. എന്തിനാണ്? നിയമബന്ധനത്തിൽ നമ്മളെ മോചിപ്പിക്കുവാൻ, നിയമാനുഷ്ഠാനത്തിൻ്റെ ആ പിടിയിൽ നിന്ന് നമ്മളെ വിടുവിച്ച്, നമ്മളെ രക്ഷിച്ച്, രക്തം കൊണ്ട് വീണ്ടെടുത്ത് കൃപയുടെ മനുഷ്യരാക്കുവാൻ വേണ്ടിയാണ് യേശു വന്നത്. പൗലോസിനോട് പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ കൃപ മതി. ആ നിയമാനുഷ്ഠാനത്തെക്കാൾ
ഉപരിയായിട്ട് ദൈവ കൃപ കൊണ്ട് നിറഞ്ഞ് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണ് പുതിയ നിയമത്തിൻ്റെ നിയമം എന്ന് പറയുന്നത്. പുതിയ നിയമ കാലഘട്ടം അതാ കൃപയുടെ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ കാലഘട്ടം തന്നെയാണ്. ഹെബ്രായ ലേഖനം 1 അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചു. പൂർവകാലം വിവിധ രീതികളിൽ വിവിധ ഘട്ടങ്ങളിൽ ആ കാലഘട്ടത്തിന് അനുസരിച്ചുള്ള ഭാഷയിൽ പ്രവാചകന്മാരിലൂടെ ദൈവദാസന്മാരിലൂടെ ദൈവം ആ ജനത്തോട് സംസാരിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം സംസാരിച്ച വിധത്തിലല്ല ഇന്ന് സംസാരിക്കുന്നത്. അന്ന് ഉണ്ടായിരുന്ന ജനത്തിൻ്റെ അറിവ്, വിദ്യാഭ്യാസം, ആ കാലഘട്ടം. ഇന്ന് മനുഷ്യൻ ഒത്തിരിയേറെ പുരോഗമിച്ചു, ശാസ്ത്രം വളർന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് നയിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആ നിയമാനുഷ്ഠാനത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തെക്കാൾ ഉപരി കൃപയിൽ നിറഞ്ഞ ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു പുതിയ നിയമ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അങ്ങനെ അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശയെ നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെയാണ് അവൻ നമ്മോട് സംസാരിച്ചത്. ദൈവത്തിന് സംസാരിക്കാനുള്ള കാര്യങ്ങൾ യേശുക്രിസ്തുവിലൂടെ സംസാരിച്ചു കഴിഞ്ഞു. അത് ഈ വിശുദ്ധ ബൈബിളിലുണ്ട്. ദൈവത്തിന് മനുഷ്യമക്കളോട് എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെ യേശു പറഞ്ഞു കഴിഞ്ഞു. അവൻ മൂലം ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു. ഈ പ്രപഞ്ചം ഉളവായത്, സൃഷ്ടിക്കപ്പെട്ടത് യേശുക്രിസ്തുവിലൂടെയാണ്. സമസ്തവും അവൻ മൂലമാണ് ഉണ്ടായത്. അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. യോഹന്നാൻ 1:3. അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിനു ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിന് വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. നമ്മെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിച്ചിട്ട് അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. പിതാവിൻ്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. ആ യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയിലാണ്, അവനിലുള്ള വിശ്വാസമാണ് നമ്മെ നീതീകരിക്കുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട പുതിയ നിയമത്തിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. എന്തൊക്കെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിലും നമുക്ക് അതിന് വിശ്വാസം വേണം. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിന്റെ വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. ആരെന്നുള്ള വ്യത്യാസമില്ല. ഏതു മതമെന്നോ ജാതിയെന്നോ വർഗമെന്നോ വ്യത്യാസമില്ല. യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ ദൈവം നിന്നെ യേശുക്രിസ്തുവിലെ വിശ്വാസം വഴി നീതീകരിക്കും. നമ്മൾ നീതീകരിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിടെ മാത്രമാണ്. അത് യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയിലാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. അവൻ ചിന്തിയ ഓരോ തുള്ളി രക്തത്തിൻ്റെ യോഗ്യതയിലാണ് മാനവരാശിയുടെ പാപങ്ങൾ കഴുകപ്പെടുന്നത്. വിശ്വാസം വഴി മാത്രമാണ് ഇത് ലഭിക്കുന്നത്. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ഓരോരുത്തരും പാപം ചെയ്തു. ആദിമാതാപിതാക്കൾ ചെയ്ത പാപത്തിൻ്റെ തുടർച്ച ഇന്നും മനുഷ്യര് പാപം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ പാപം ചെയ്യുന്നതിലൂടെ ദൈവമഹത്വം നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ദൈവത്തിൻ്റെ ഛായയും
രൂപമൊക്കെ നമുക്ക് നഷ്ടമാവുകയാണ്. ദൈവ മഹത്വം നമ്മിൽ നിന്ന് നഷ്ടമാകുന്നു. എപ്പോഴാണ്? നമ്മൾ പാപത്തിൽ മുഴുകി ജീവിക്കുമ്പോൾ ദൈവ മഹത്വത്തിന് നമ്മൾ പുറത്താവുകയാണ്. ആ ദൈവ മഹത്വം നഷ്ടപ്പെടുത്തിയ ദൈവത്തിൻ്റെ മക്കളെ വീണ്ടെടുക്കാൻ വേണ്ടിയ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. ഈ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്ക് നഷ്ടമായ ദൈവമഹത്വം അവിടുന്ന് തിരിച്ചു തരും. ഹല്ലേലൂയ. അവിടെ യേശുക്രിസ്തുവിനെ മാത്രമാണ് നീതീകരണം, യേശുക്രിസ്തുവിനെ മാത്രമാണ് രക്ഷ, യേശുക്രിസ്തുവിനെ മാത്രമാണ് വിടുതല, സൗഖ്യം, എല്ലാം യേശുവിടെ മാത്രമാണ്. ഹല്ലേലൂയ. അവിടെ യേശുവിലൂടെയുള്ള ആ വിശ്വാസത്തിലൂടെ നമുക്കെല്ലാം ലഭിക്കുകയാണ്. അവൻ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. നമ്മളെല്ലാവരും സൗജന്യമായിട്ട് നീതീകരിക്കപ്പെടുകയാണ്. അത് സൗജന്യമായിട്ടാണ് ദൈവത്തിൻ്റെ നീതി ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത്. ആ ക്രിസ്തുവിലൂടെ എല്ലാം ദൈവം സൗജന്യമായിട്ട് തരികയാണ്. നീതി സൗജന്യമാണ്. നമ്മൾ തെറ്റ് ചെയ്തവരാ, പക്ഷെ പുത്രനായ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ച് നമ്മളൊന്ന് അനുദപിച്ച് രമ്യതപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ പാപങ്ങൾ യേശു മറക്കുകയാണ്. സൗജന്യമായിട്ട് എല്ലാം തരുന്നു എന്ന് പറയുമ്പോൾ യേശു നിനക്ക് രോഗശാന്തി നൽകിയാൽ അത് സൗജന്യമാണ്. ഒരു ഫീസും ഒരു സ്തോത്ര കാഴ്ചയും ഒരു നേർച്ച കാഴ്ചകളും യേശുവിന് കൊടുക്കേണ്ട ആവശ്യമില്ല നിനക്കൊരു രോഗശാന്തി കിട്ടുവാൻ. ഹല്ലേലൂയ. നീ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, അനേക വർഷങ്ങളായിട്ട് മക്കളില്ല പ്രാർത്ഥിച്ചു. ഞാൻ ഓർക്കുകയാണ്, ഈ അടുത്ത നാളില് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു കുടുംബം 19 വർഷമായിട്ട് മക്കളില്ല. 2 മാസം മുൻപ് അവർക്കൊരു ആൺകുഞ്ഞ് പിറന്നു. ആ കുഞ്ഞുണ്ടായപ്പോഴേ വിളിച്ചു വിവരം പറഞ്ഞു. 19ാമത്തെ വർഷം ഒരു ആൺകുഞ്ഞിനെ കർത്താവ് കൊടുക്കുകയാണ്. അവർ വന്ന് 5 ദിവസം നമ്മുടെ ധ്യാനത്തിൽ താമസിച്ച് പങ്കെടുത്ത് വിശ്വാസത്തോടെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിനെ അവർക്ക് കിട്ടിയത് സൗജന്യമായിട്ടാണ്. ആ ദൈവത്തിൻ്റെ ദാനമാണ്. ഒരു രോഗശാന്തി കിട്ടുന്നു, മക്കളെ കിട്ടുന്നു, ജോലിയില്ല, പ്രാർത്ഥിച്ചു. ഇതാ അത്ഭുതകരമായിട്ട് കർത്താവ് ജോലി നൽകുന്നു. ദൈവം എല്ലാം നൽകുന്നത് സൗജന്യമായിട്ടാ. ഇത് യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് അവിടുന്ന് സൗജന്യമായിട്ട് നൽകുന്നത്. അവിടെ എല്ലാ അനുഗ്രഹങ്ങളും യേശു ക്രിസ്തുവിലൂടെയാണ് മാനവരാശിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു നമുക്ക് രക്ഷ നൽകുന്നു, നിത്യജീവൻ നൽകുന്നു, അനുഗ്രഹം നൽകുന്നു, മക്കളെ നൽകുന്നു, ജോലി നൽകുന്നു, നല്ല ബിസിനസ് നൽകുന്നു, നല്ല ബുദ്ധിശക്തി തരുന്നു. എല്ലാം സൗജന്യമാണ്. നമ്മുടെ പ്രാർത്ഥനയോ ഉപവാസമോ നമ്മൾ ദേവാലയത്തിലിട്ട നേർച്ച കാഴ്ചകളുടെ വലിപ്പമോ അല്ല നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ കാരണം. ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ടതിന് ഒറ്റ കാരണമേ ഉള്ളൂ. എനിക്ക് വേണ്ടി എൻ്റെ യേശു സഹിച്ചു, മുറിവേറ്റു, പീഡയേറ്റു വാങ്ങി. എൻ്റെ പാപങ്ങളെല്ലാം അവൻ ക്ഷമിക്കുന്നു. സൗജന്യമാ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗജന്യ അനുഗ്രഹമാ പാപമോചനം. ദൈവനീതി സൗജന്യമാ. നമ്മൾ കോടതിയിൽ ഒരു കേസ് നടത്തണമെങ്കിൽ, സത്യമായ കേസാണെങ്കിലും കള്ളക്കേസാണെങ്കിലും വക്കീലിന് ഫീസ് കൊടുക്കണം, അല്ലാതെ ആരും കേസ് നടത്തില്ല, അല്ലേ? കേസ് നടത്തിയാലും നിനക്ക് നീതി ലഭിക്കണമെന്നൊരു നിർബന്ധവുമില്ല. നിനക്ക് നീതി ലഭിക്കുന്ന ഒരു കോടതിയുണ്ട്. അത് ദൈവത്തിൻ്റെ കോടതിയാണ്.
നീ എത്ര വലിയ പാപിയാണെങ്കിലും, എത്ര തിന്മ ചെയ്ത വ്യക്തിയാണെങ്കിലും നിനക്ക് നീതി ലഭിക്കുന്ന കോടതി അത് ദൈവത്തിൻ്റെ കോടതിയാ. ആ നീതി സൗജന്യമായിട്ട് യേശു ക്രിസ്തുവിലൂടെ നിനക്ക് ദൈവം നൽകുകയാ. ഹല്ലേലൂയ. ഇതാണ് ക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ ഏറ്റവും വലിയ പൊരുൾ എന്ന് പറയുന്നത്. എല്ലാം സൗജന്യം. നമ്മൾ സ്തോത്രകാഴ്ച കൊടുക്കണ്ട, ഒരു ഫീസും അടയ്ക്കണ്ട, ഒന്നും വേണ്ട. നമ്മുടെ കണ്ണുനീരിൻ്റെ പ്രാർത്ഥന അതാണ്, അത് മതി. നിനക്ക് വേണ്ടതെല്ലാം കർത്താവ് തരും സൗജന്യമായിട്ട്. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ ആഴമായ സ്നേഹത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത്. എല്ലാം സൗജന്യമായിട്ട് തരുന്നവൻ, എല്ലാം ദാനമായിട്ട് തരുന്നവൻ, എല്ലാം ദാനമാണ്, സൗജന്യമാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ആരെങ്കിലുമൊക്കെ സൗജന്യമായിട്ട് ദാനം ചെയ്താൽ ചിലപ്പം ദാനം ചെയ്യുന്ന വ്യക്തി നന്ദിയെങ്കിലും പ്രതീക്ഷിക്കും. പക്ഷെ ദൈവം അതുപോലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മുടെ നന്ദിയോ ദൈവസ്തുതിപ്പോ ഒന്നുമില്ലെങ്കിലും ദൈവത്തിൻ്റെ മഹത്വത്തിന് ഒരു കുറവും സംഭവിക്കുന്നില്ല. അവിടുന്ന് എത്രയോ ഉന്നതനാണ്, എത്രയോ വലിയവൻ. അവിടുത്തെ മഹത്വം നമുക്ക് ചിന്തിക്കാനോ കാണാനോ പറ്റില്ല. അത്ര വലിയവനാണ് ദൈവം. താബോർ മലയിൽ വെച്ച് യേശു രൂപാന്തരപ്പെട്ടപ്പോൾ അപ്പസ്തോലന്മാര് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഈ മഹത്വം കണ്ടിട്ട് നിലംപതിച്ചു. അവർക്ക് അതിനുവേണ്ടി ഭാഗ്യം കിട്ടി. ദൈവത്തിൻ്റെ മഹത്വം മനുഷ്യൻ നഷ്ടപ്പെടുത്തി, പാപം ചെയ്ത്, അധർമ്മം പ്രവർത്തിച്ച്, തിന്മ പ്രവർത്തിച്ചുകൊണ്ട് ഇതെല്ലാം നഷ്ടപ്പെടുത്തി. പക്ഷേ നഷ്ടപ്പെടുത്തിയത് മുഴുവൻ സൗജന്യമായിട്ട് നൽകുവാൻ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. ആ പുത്രനെ ആര് രക്ഷിതാവായി, നാഥനായി, കർത്താവായി സ്വീകരിക്കുന്നുവോ എല്ലാം സൗജന്യമാണ്. സൗജന്യമായിട്ട് പുത്രനിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. യേശുവിനെ നമുക്ക് തന്നതിനെ ഓർത്ത് അവിടുത്തെ സ്തുതിക്കാം. ഉണ്ടോ? സൗജന്യമായി നമ്മൾ നീതീകരിക്കപ്പെടുന്നു. നീ എത്ര വലിയ പാപിയാണെങ്കിലും, എത്രമാത്രം തിന്മ ചെയ്ത വ്യക്തിയാണെങ്കിലും, യേശുവേ തെറ്റിപ്പോയി, എന്നോട് കരുണയാകണം, എന്നെ തള്ളിക്കളയരുത്, എന്നെ ശിക്ഷിക്കരുത്. നീ എത്ര കൊടും പാപിയോ കൊടും ഭീകരനോ ആയിക്കൊള്ളട്ടെ, നിന്റെ പാപം കർത്താവ് ക്ഷമിക്കും. ക്രിസ്തുവിലൂടെ നിനക്ക് നീതീകരണമുണ്ട്. കാരണം നിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രിസ്തു പാപപരിഹാര ബലിയായിട്ട് തീർന്നു. ഹെബ്രായ ലേഖനം 9:22, രക്തം ചിന്താതെ പാപമോചനമില്ല. യോഹന്നാൻ വിളിച്ചു പറഞ്ഞതാ ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എൻ്റെയും നിങ്ങളുടെ പാപങ്ങൾ യേശു ക്രിസ്തു വഹിച്ചു. അവൻ കുരിശിൽ അതെല്ലാം ഏറ്റെടുത്തു. നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു. സൗജന്യമായിട്ട് പാപം ക്ഷമിക്കപ്പെടുന്നു, സൗജന്യമായിട്ട് അനുഗ്രഹം തരുന്നു. എല്ലാം ദൈവം സൗജന്യമായിട്ട് നമുക്ക് വാരി കോരിത്തരുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം, ദൈവത്തിൻ്റെ അനന്തമായ കരുണ. വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മെ പിതാവായ ദൈവം വീണ്ടെടുത്തത്. അവിടുന്ന് തൻ്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തൻ്റെ നീതി വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ താൻ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണെന്നും തെളിയിക്കാനുമാണ് ഇപ്രകാരം ചെയ്യുന്നത്. യേശുവിൽ വിശ്വസിക്കുന്നവനെ ദൈവം നീതീകരിക്കും. അവൻ എത്ര പാപിയായിക്കൊള്ളട്ടെ, എത്ര മ്ലേച്ഛത നിറഞ്ഞവനായിക്കൊള്ളട്ടെ, എത്ര ഭീകരനുമായിക്കൊള്ളട്ടെ, അവനത് അവസാനിപ്പിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ അവനെ ദൈവം നീതീകരിക്കും. ആ നീതീകരണം യേശു ക്രിസ്തുവിടെ മാത്രമാണ്. എല്ലാം യേശുവിടെ മാത്രമാണ്. ദൈവപിതാവ് രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് തന്നത് യേശുവിനെ മാത്രമാണ്. അവനിലൂടെ എല്ലാം സൗജന്യമായിട്ട് തന്നിരിക്കുക. വിടുതൽ, അനുഗ്രഹങ്ങൾ, ശാപത്തിൽ നിന്ന് മോചനം, എല്ലാം
നമുക്ക് യേശുവിലൂടെ ലഭിക്കുന്നത്. യേശു ക്രിസ്തു വഴി നമ്മൾ നീതീകരിക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് യേശുവിൻ്റെ ആ രക്ഷാകര ചരിത്രത്തിൻ്റെ ആഴങ്ങൾ ധ്യാനിക്കണം. യേശു ക്രിസ്തു വഴിയുള്ള നീതീകരണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ദൈവം എല്ലാം തരുന്നത് സൗജന്യമാണ്. നമ്മൾ അധ്വാനിച്ച് നേടിയെടുക്കുന്നില്ല, എല്ലാം സൗജന്യമായിട്ട് യേശു നമുക്ക് തരിക. പിതാവ് അതിന് യേശുവിനെ നമുക്ക് തന്നിരിക്കുക. ഈ യേശുവിനെ നമുക്ക് ഒത്തിരി സ്നേഹിക്കാം. യേശു രക്ഷകനാണ്, രക്ഷിതാവാണെന്ന് എല്ലാവരോടും പറയാം. യേശുവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. അവൻ്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സൂസിയുടെ വീട് എവിടെയാ? ഏത് ചെവിയാ കേൾക്കില്ലാത്ത? വലത്തെ ചെവി. എത്ര വർഷമായി? കുറേ വർഷമായി. ഉദ്ദേശം എത്ര വർഷമായി? 15 കൂടുതലായി. ആ ചെവി ഓപ്പറേഷൻ പറഞ്ഞാണോ? ചെയ്തില്ല. കർത്താവ് സുഖം തട്ടെന്ന് വിചാരിച്ച് ചെയ്തില്ല. കർത്താവ് സൗഖ്യം തരട്ടെ എന്ന് വിചാരിച്ച് ഈ ചെവിക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. ആ ചെവി കർത്താവ് തുറക്കുമോ? 15 വർഷമായിട്ട് കേൾവിയില്ല. ഈ തുവാല കയ്യിൽ നിന്ന് പിടിച്ച് ആ ചെവിയിൽ ഇച്ചിരി വെച്ചു. അങ്ങോട്ട് തിരിഞ്ഞേ. ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ തുവാലയാണ് കൈ കൊടുത്തിരിക്കുന്നത്. ആ തുവാലയാണ് ഈ സഹോദരി ഈ ചെവിയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. യേശു അത്ഭുതങ്ങൾ ചെയ്യും. ആരൊക്കെ അവിശ്വസിച്ചാലും യേശു അത്ഭുതം ചെയ്യും, ഉറപ്പാണ്. യേശയ്യ 53:5 അവൻ്റെ ക്ഷതങ്ങളാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ക്ഷതങ്ങളാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ ശരീരം ഏറ്റുവാങ്ങിയ ക്ഷതങ്ങള്, മുറിവുകൾക്ക് അതിലൂടെ സൗഖ്യം നമ്മിലേക്ക് ഒഴുകുക. ലൂക്ക 6:19 അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, രോഗികൾ സൗഖ്യം പ്രാപിച്ചു. ആരും പേടിക്കണ്ട, ആരും പേടിക്കണ്ട, പേടിക്കണ്ട, ആരും പേടിക്കണ്ട. കർത്താവിൻ്റെ ശക്തി അവളിലൂടെ കടന്നു പോകുക. ആ ചെവി തുറക്കും, ആ ചെവി കേട്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവശക്തിയുടെ പ്രവാഹമാണ്, ദൈവശക്തിയുടെ പ്രവാഹമാണ്. ഞാൻ ഉപയോഗിക്കുന്ന തുവാല അവിടെ ചെവിയെ വെച്ചിട്ടേ ഉള്ളൂ. കർത്താവ് തൊടും, കർത്താവ് തൊടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശു അവൻ ഇവിടെയുണ്ട്, ജീവിക്കുന്ന കർത്താവ് ഇവിടെയുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ജെറമ്യ 17:14 കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. ചേച്ചി അത്തുവലങ്ങന്ന് എന്തു പറ്റി? ശക്തി കടന്നുപോയ ശരീരത്തിലൂടെ എന്തോ ഒരു ശക്തി കടന്നുപോയി. കരയുന്നുണ്ട്. ഇടത്തെ ചെവി അടച്ച്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൂസി, ഐവാൻ. 2 പേര്. കേക്കാം. 15 വർഷമായിട്ട് കേൾക്കത്തില്ലാത്ത ചെവി ഇപ്പോൾ കേൾക്കാം. ഓക്കെ, ഈ തുവാല ഈ കാതെ വെച്ചുകൊണ്ട് നമ്മൾ എന്താ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞേ? ശക്തി ഇങ്ങനെ പോകുന്ന പോലെ ഒരു ശക്തി ഇങ്ങനെ കടന്നു പോകുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. തൂവാല വെച്ചാൽ ശക്തി ഉണ്ടാവുമോ? ശക്തി കടന്നു പോവോ? സംശയിക്കാനൊന്നുമില്ല. പൗലോസ് അപ്പസ്തോലന്റെ ഉള്ളിൽ വസിച്ച പരിശുദ്ധാത്മാവ് തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. പത്രോസിന്റെ ഉള്ളിൽ വസിച്ച പരിശുദ്ധാത്മാവ് തന്നെ ഇരിപ്പുണ്ട്. പൗലോസ് അപ്പസ്തോലന്റെ തുവാല വെച്ചപ്പോൾ സൗഖ്യം നടന്നെങ്കിൽ ആ പരിശുദ്ധാത്മാവ് തന്നെ എൻ്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ, യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.